السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം മഹാനായ പണ്ഡിതൻ ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച ഒരു കവിതയാണ് അൽ ഉർജൂസത്തുൽ മീഇയ്യ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന് പറയുന്ന ഒരു ചെറിയ കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മളിത് ഒരു കിതാബ് പഠിച്ചു തീർത്തു, അതല്ലെങ്കിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. മറിച്ച് ഇവിടെ നമ്മൾ പറയുന്ന കാര്യം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാകണം നമ്മൾ ഓരോ ആളുകളും, പറയുന്ന ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും ചിന്തിക്കേണ്ട കാര്യം. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും, സ്വഭാവപരമായ കാര്യങ്ങളാകട്ടെ, അതുപോലെ തന്നെ ഓരോ നിലപാടുകൾ എങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ സന്ദർഭത്തിൽ സ്വീകരിച്ചത്, ഇതൊക്കെ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമായിരിക്കണം നമ്മൾ ഈ ദർസ് കേൾക്കേണ്ടത്. അതാണ് ഇൽമു കൊണ്ട് അർത്ഥമാക്കുന്നത്. അഥവാ ധാരാളമായി ഇങ്ങനെ കേട്ടുപോകുക എന്നതല്ല, മറിച്ച് കേൾക്കുന്ന കാര്യം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് യഥാർത്ഥ ഇൽമു കൊണ്ടുള്ള ഉദ്ദേശം. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, നമ്മൾ നമ്മുടെ മക്കളെ ഖുർആനിലെ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിപ്പിക്കാറുണ്ട് എന്നതാണ്. കാരണം എന്താണ്? ഖുർആനിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് പോലെ ചരിത്രത്തിലെ ഗുണപാഠങ്ങളും നമ്മുടെ മക്കളും അതുപോലെയുള്ള ആളുകളും ഉൾക്കൊള്ളും. അതിനാൽ തന്നെ അവർക്ക് ഖുർആൻ നമ്മൾ എങ്ങനെയാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുപോലെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കാറുള്ളത് എന്ന് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായി കാണാം. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദറസിൽ പറഞ്ഞിരുന്നത് ഒന്ന് ബനു നളീർ പടയൊരുക്കമായിരുന്നു. ബനു നളീർ പടയൊരുക്കം. പിന്നീട് കഴിഞ്ഞ ദറസിൽ പറഞ്ഞത് സൈനബ് ബിൻത് ഖുസൈമയുമായി അല്ലെങ്കിൽ അവരുടെ വഫാത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിനുശേഷം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരുമായുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം. അവസാനമായി പറഞ്ഞത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ അവരുമായി വിവാഹം ചെയ്തതും അതിനുശേഷം ബദറുൽ മൗഇദ് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചു. ഇത്രയുമായിരുന്നു കഴിഞ്ഞ ദറസിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് എടുക്കാനുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹോദരൻ സഅദ് പാരായണം ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وبعدها الأحزاب فاسمع واعددي ثم بنو قريظة وفيهما. ജസാക്കുമുല്ലാഹു ഖൈറൻ. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് വബഅദഹാ അൽ അഹ്സാബ് ഫസ്മഅ വഅദുദി. അതിനുശേഷം പിന്നീട് മദീനയിൽ വെച്ചുണ്ടായ പ്രധാന സംഭവങ്ങളിൽ ഒന്നാണ് അഹ്സാബ് യുദ്ധം. അഹ്സാബ് യുദ്ധം ഹിജ്റ 4-ാം വർഷം നടന്ന പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് അഹ്സാബ് യുദ്ധം. ഈ യുദ്ധത്തിന് മറ്റൊരു പേരുണ്ട്. എന്താണ്? അഹ്സൻത്, ഖന്ദഖ്, ഗസ്വത്തു ഖന്ദഖ്. എന്താണ് യുദ്ധത്തിന് ഈ പേര് വരാനുള്ള കാരണം, അഥവാ അഹ്സാബ് എന്ന പേര് ഈ യുദ്ധത്തിന് വരാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, അഹ്സാബ് എന്തിന്റെ ജംആണ്? എന്തിനതാ? അഹ്സൻത്, ഹിസ്ബിന്റെ ജംആണ് അഹ്സാബ് അല്ലെ? ഹിസ്ബ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കക്ഷി, അതല്ലെങ്കിൽ സംഘം
ഗ്രൂപ്പ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനർത്ഥം കൊടുക്കാവുന്നതാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും ശത്രുത വെച്ച് പുലർത്തിയിരുന്ന ഒന്നിലധികം സംഘങ്ങൾ ഉണ്ടായിരുന്നു, മദീനക്കും മദീനത്ത് പുറത്തും. ഇവരെല്ലാവരും അഥവാ മക്കയിലെ കുഫാറുകളും ജൂതന്മാരും എല്ലാം ഒരുമിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് കൂടി, ധാരാളം സംഘങ്ങൾ ഒരുമിച്ച് കൂടി റസൂലിനെ വധിക്കാൻ വേണ്ടി വന്നതുകൊണ്ടാണ് ഈ യുദ്ധത്തിന് ഏത് പേര് വന്നത്, അഹ്സാബ് എന്ന പേര് വന്നത്. അഥവാ ധാരാളം കക്ഷികൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ തീരുമാനിച്ചതും അല്ലെങ്കിൽ സഹാബത്തിനെ അവരോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടാണ് അഹ്സാബ് എന്ന പേര് വന്നത്. ഇനി എന്തുകൊണ്ടാണ് ഖന്ദഖ് എന്ന പേര് വരാനുള്ള കാരണം? നമുക്കറിയാം, മക്കയിലെ കാഫിരീങ്ങളും ജൂതന്മാരും ഗദ്ഫാൻ ഗോത്രവും ബനു സുലൈം ഇവരൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയെ സംരക്ഷിക്കാൻ വലിയ കിടങ്ങ് കുഴിച്ചു, വലിയൊരു കിടങ്ങ് കുഴിച്ചു. ഇതിനാണ് അറബിയിൽ എന്ത് പറയുക, ഖന്ദഖ്, ഖന്ദഖ് എന്ന് പറയുക. അഥവാ കിടങ്ങിനാണ്, വലിയ കുഴിക്കാണ് ഖന്ദഖ് എന്ന് അറബിയിൽ പറയുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി വലിയൊരു കിടങ്ങ് കുഴിച്ചു. അതുകൊണ്ടാണ് ഗസ്വത്തു ഖന്ദഖ് എന്ന് പേര് വന്നത്. അഹ്സാബ് എന്നുള്ളത് എല്ലാ കക്ഷികളും ഒരുമിച്ച് കൊണ്ട് റസൂലിനെതിരെ തിരിഞ്ഞത് കൊണ്ടും. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ യുദ്ധം നടക്കാനുള്ള കാരണം? നമുക്കറിയാം, ഓരോ യുദ്ധം നടക്കാനും ഓരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ യുദ്ധം നടക്കാനുള്ള കാരണം നമുക്കറിയാം, നമ്മൾ മുൻപ് കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു. ബനു നദീർ ഗോത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിച്ചത് കൊണ്ട് റസൂൽ എന്ത് ചെയ്തിരുന്നു, മദീനയിൽ നിന്നും പുറത്താക്കിയിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിച്ചു. അവരുമായി റസൂൽ എന്താണ്, കരാറിലായിരുന്നു. ജൂതന്മാരുടെ ഗോത്രമായ ബനു നദീർ ഗോത്രവുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറിലായിരുന്നു. അവരെന്ത് ചെയ്തു, ആ കരാറ് ലംഘിച്ചതിനാൽ അവരെ മദീനയിൽ നിന്നും പുറത്താക്കി. എന്നാൽ ഇവരുടെ കൂട്ടത്തിലെ ചില ആളുകൾ മക്കയിലെ കുഫാറുകളുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് എന്തു പറഞ്ഞു, നമുക്ക് ഒറ്റക്കെട്ടായി മുഹമ്മദിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ സംഘത്തെയും എന്ത് ചെയ്യാം, വകവരുത്താം എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്തു, ഒരുമിച്ച് കൂടി. ഇന്നും കാഫിര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം സൃഷ്ടിക്കാൻ അവരെല്ലാവരും എന്താണ്, ഒറ്റക്കെട്ടാണ്. ഇപ്പോൾ സമാനമായി അടുത്തു കഴിഞ്ഞ സംഭവം നമുക്കറിയാം, ഒരു ഹിജാബുമായി ബന്ധപ്പെട്ട കാര്യം. എല്ലാ ആളുകളും എന്താണ്, മുസ്ലിമീങ്ങൾക്കെതിരാണ്. അവർ പറയാണെന്ത്, സ്കൂളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പാഠശാലയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെയുള്ള യൂണിഫോം അത് പാലിക്കണം എന്ന് പറയാണ്. എന്നിപ്പോ 2-3 ദിവസം മുൻപ് എന്തുണ്ടായി, തിരിച്ചടിക്കുകയും ചെയ്തു. ഇവരുടെ ഒരു വസ്ത്രം ധരിച്ച് എന്ത് ചെയ്തില്ല, സ്കൂളിലേക്ക് കയറ്റിയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്താണ്. അഥവാ അവരെന്നിട്ട് എന്ത് ചെയ്യാണ്, സുബ്ഹാനല്ലാഹ്, ഇവരുടെ ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അവർ പറയാണ്, 1 മാസം നമുക്ക് ഈ വസ്ത്രം ധരിച്ച് സ്കൂളിൽ കയറാനുള്ള അനുമതി നിങ്ങൾ തരണം എന്ന രൂപത്തിൽ അവരെന്ത് ചെയ്യാണ്, അതിനെതിരെ പ്രതിഷേധവും അതുപോലുള്ള കാര്യങ്ങളും. എന്നാൽ മുസ്ലിമിന്റെ വിഷയം വരുമ്പോഴോ, അത് പാടില്ല, സ്കൂളിൽ എന്ത് ചെയ്യണം, അതിന്റെ യൂണിഫോം അത് തന്നെ ധരിക്കണം എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യാണ്, ആളുകളോട് തർക്കിക്കലും അതിന്റെ പേരിൽ ധാരാളം സംവാദവും അതൊക്കെ നടക്കുകയാണ്. ഇത് ഇന്ന് മാത്രമുള്ളതല്ല, മുൻപും ഇനി നടക്കാൻ പോകുന്നതും അതാണ്. അഥവാ മുസ്ലിമീങ്ങൾക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടാവുക എന്നുള്ളത്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഇവർ എന്ത് ചെയ്തു, ഈ രൂപത്തിൽ ഒറ്റക്കെട്ടായി മക്കയിലെ കുഫാറുകളും ജൂതന്മാരും എല്ലാം ഒരുമിച്ച് കൊണ്ട് മദീനയിൽ വന്നുകൊണ്ട് അവരെ തകർക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മക്കയിലെ കാഫിരീങ്ങൾ എന്ത് ചെയ്തു, അതെ നമ്മളും തയ്യാറാണ് എന്ന് ഈ ജൂത ഗോത്രമായ ബനു നദീറിന്റെ ആളുകളോടും എന്ത് ചെയ്തു, നമ്മളും തയ്യാറാണെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തു, ഈ ഒരു വിവരം ലഭിച്ചു. ഇത്രയും വലിയ സൈന്യം ആക്രമിക്കാൻ വേണ്ടി വരുന്ന കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തു, വന്നെത്തി. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്കറിയാം, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ മറ്റോ വരുമ്പോൾ സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി കാര്യങ്ങൾ കൂടിയാലോചിക്കും. റസൂൽ എന്ത് ചെയ്തു, അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ചോദിച്ചു, നമ്മൾ എന്താണ് ചെയ്യുക, എന്ത് ചെയ്യണം, ഇത്രയും ആളുകൾ ഒരുമിച്ച് വരുന്നുണ്ട് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് എന്ത് ചെയ്യാണ്, പറയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയമാണ്. നോക്കൂ, എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇന്ന് ചില ആളുകൾ ചെയ്യുന്ന കാര്യം എന്താണ്, സ്വന്തമായി ഒരു തീരുമാനം
അതങ്ങെടുക്കും. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്ത കാര്യം എന്താണ്? സഹാബത്തിനെ വിളിച്ചുകൊണ്ട് ചോദിക്കാണ്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ അടുക്കലുള്ള അഭിപ്രായം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയമാണ്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എന്താ? എനിക്ക് കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയാം, ഞാൻ തന്നെ എന്ത് ചെയ്തോളും, കാര്യങ്ങൾ ചെയ്തോളും എന്ന രൂപത്തിൽ ചില ആളുകൾ ചെയ്യുന്നത് കാണാം. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സഹാബത്തിനെ വിളിച്ചു, അവരോട് എന്ത് ചെയ്തു? കാര്യങ്ങൾ കൂടി ആലോചിച്ചു, എങ്ങനെ നമ്മൾ പ്രതിരോധിക്കും. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മഹാനായ സഹാബി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, മദീനയുടെ ശത്രുക്കൾ അല്ലെങ്കിൽ മദീനയിലേക്ക് ശത്രുക്കൾ കടന്നു വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം വടക്കേ ഭാഗമാണ്. മദീനയുടെ വടക്കേ ഭാഗമാണ് അവർ മദീനയിലേക്ക് കടന്നു കയറാൻ സാധ്യതയുള്ളത്. ആ ഒരു വശത്ത് നമുക്ക് എന്ത് ചെയ്യാം? വലിയ ഒരു കിടങ്ങ് കുഴിക്കാം എന്ന് പറഞ്ഞതാരാണ്? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അങ്ങനെയെങ്കിൽ അവർക്ക് ആ വഴിയിലൂടെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് ആര് പറഞ്ഞു? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം ഇവിടുന്ന് കുഴിക്കാമെന്ന് പറയാനുള്ള കാരണം രണ്ട് വഴികളിലൂടെയാണ് അവർക്കൊന്ന് എന്ത് ചെയ്യാൻ സാധിക്കുക, ആർക്കായാലും മദീനയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ഒന്നെങ്കിൽ വടക്കുവശം അല്ലെങ്കിൽ പടിഞ്ഞാറ് വശം. വടക്കുവശത്താണ് ബനു ഖുറൈള ഗോത്രമുള്ളത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് അവരെന്തുണ്ട്? കരാറുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു 3 ഗോത്രവുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറുണ്ട്. ബനു ഖുറൈള ഗോത്രം ഇപ്പോൾ എവിടെ ഉണ്ട്? മദീനയിൽ തന്നെ ഉണ്ട്. അപ്പോ റസൂൽ അവരുമായി കരാറിലാണ്. അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ വഴിയിലൂടെ ശത്രുക്കളെ കയറ്റില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരിച്ചിരുന്നു. മുസ്ലിങ്ങൾക്കെതിരെ സഹായിക്കാൻ പാടില്ല എന്ന കരാർ ഉള്ളതിനാൽ തന്നെ റസൂൽ എന്ത് ചെയ്തു? ആ ഒരു ഭാഗത്തു കൂടി അവർ വരില്ല എന്നത് പ്രതീക്ഷിച്ചതുകൊണ്ട് ആ ഭാഗം ഒഴിവാക്കി മറ്റുള്ള ഭാഗത്ത് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് എന്ത് ചെയ്തു? വലിയ കിടങ്ങ് കുഴിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കൂടി അവിടെ എന്ത് ചെയ്യാണ്? റസൂലും മുന്നിട്ടിറങ്ങുകയാണ്. അങ്ങനെ ആ വലിയ കിടങ്ങ് കുഴിക്കാൻ ആരംഭിച്ചു. ആ ഒരു സമയം എന്ന് പറയുന്നത്, അഥവാ ഈ അഹ്സാബ് യുദ്ധം, ഖന്തഖ് യുദ്ധം നടക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തണുപ്പുള്ള സമയമാണ്. വളരെ കഠിനമായ തണുപ്പുള്ള സമയത്താണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്. അത് മാത്രമല്ല, ഭക്ഷണത്തിന് മുസ്ലിമീങ്ങൾക്ക് വലിയ ക്ഷാമം അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പല സഹാബിമാരും അവരുടെ വയറ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? പട്ടിണി സഹിക്കവയ്യാതെ അവരോരോ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കല്ല് വെച്ച് വയറ്റിൽ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ സഹാബിമാർക്ക് മാത്രമാണ് പട്ടിണി എന്നതാൽ ചില ആളുകളെങ്കിലും ചിന്തിച്ചേക്കാം. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ്റിൽ 2 കല്ലുകളായിരുന്നു ഉണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ അടുക്കൽ ഏത് കാലത്തും അവരുടെ കയ്യിലുള്ള പ്രധാന മൂല്യമുള്ള കാര്യം എന്തെന്നാൽ അത് അള്ളാഹുവിന്റെ ദീൻ, അത് ഹക്കായ ദീൻ മാത്രമാണ്. ഈ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടങ്ങ് കുഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു കാര്യം പറയുന്നത്. വല്ലാഹി ലൗലല്ലാഹ് മഹ്തദൈനാ വലാ സുംനാ വലാ സല്ലൈനാ. ആ സമയത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിദായത്ത് എന്ന അനുഗ്രഹമാണ് ആലോചിക്കുന്നത്. എന്താണ് റസൂൽ പറഞ്ഞത്? അള്ളാഹു ആണേ, അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഹിദായത്തിലാകുമായിരുന്നില്ല, നമുക്ക് നോമ്പ് നോൽക്കാനോ നിസ്കരിക്കാനോ സാധിക്കുമായിരുന്നില്ല. ഇത് അള്ളാഹുവിന്റെ നിഅമത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ആർക്കെങ്കിലും നമ്മൾ വലിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് കൊണ്ടാണോ നമ്മൾ ഇസ്ലാമിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വഴികാട്ടിയത്? ഒരിക്കലുമല്ല, അള്ളാഹുവിന്റെ ഫദ്ല് മാത്രമാണ്. അതിനാൽ തന്നെ ഈ ഒരു ദീനിൽ അടിയുറച്ച് നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം റബ്ബിനോട് ഹിദായത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇനി സഹോദരങ്ങളെ, സഹാബിമാരെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് തണുപ്പോ വിശപ്പോ ഒന്നും തടസ്സമായിരുന്നില്ല. അവർക്ക് വിശപ്പും തണുപ്പും ഒന്നും ഒരു തടസ്സമായി മാറിയില്ല. സഹാബത്തിന്റെ പ്രയാസം കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ ഐശ ഇല്ല ഐശൽ ആഖിറ. അല്ലാഹുവേ, യഥാർത്ഥ ജീവിതം എന്നാൽ ദുന്യവിപരമായ ജീവിതമല്ല, മറിച്ച് ആഖിറത്തിലെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, അൻസാരിങ്ങൾക്കും മുഹാജിരീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എന്താണ്? ഭയപ്പെടാനൊന്നുമില്ല. സഹാബത്തിന്റെ ഈമാൻ അതായിരുന്നു.
അഥവാ ദുന്യാവിപരമായി അവർക്ക് എന്തെങ്കിലും ലഭിക്കുന്നതിനേക്കാൾ അവർക്കിഷ്ടം അല്ലെങ്കിൽ അവർക്ക് ഈമാനികപരമായി ഉണർവുണ്ടാവുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്താലും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്താലായിരുന്നു. അങ്ങനെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ കൂടെ എന്ത് ചെയ്തു? കിടങ്ങ് കുഴിക്കാൻ ആരംഭിച്ചു. ഏകദേശം 3000-ഓളം സഹാബിമാരാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഈ സംഭവത്തിൽ ധാരാളം മുഅ്ജിസാത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം വിവരിക്കാൻ സമയമില്ല. അവർക്ക് ഭക്ഷണമില്ലാത്ത സമയത്ത് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ അത് ധാരാളം ആളുകൾക്ക് കഴിക്കാൻ സാധിച്ചു. ഇതൊരു മുഅ്ജിസത്താണ്. ധാരാളം ആളുകൾക്ക് കുറച്ച് ഭക്ഷണം അത് തികഞ്ഞു. ഈ രൂപത്തിൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സമയത്ത്. അങ്ങനെ സഹോദരങ്ങളെ, കിടങ്ങിന്റെ പണി പൂർത്തിയായി. വലിയൊരു കിടങ്ങ് തന്നെ റസൂലും സഹാബത്തും എന്ത് ചെയ്തു? അവിടെ കുഴിച്ചു. അതിന്റെ നല്ല ബലമുള്ള സ്ഥലത്ത്, അഥവാ കിടങ്ങ് കുഴിച്ച് അതിലേറ്റവും നല്ല ബലമുള്ള സ്ഥലത്ത് സ്ത്രീകളോട് നിൽക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നല്ല ഉറപ്പുള്ള സ്ഥലത്ത്, അഥവാ ശത്രുക്കളൊന്നും വരാത്ത, പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? സ്ത്രീകളെ അവിടെ നിൽപ്പിച്ചു. ഇനി അതിന്റെ കാര്യം നോക്കി നടത്താൻ വേണ്ടി അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചു. അദ്ദേഹം അന്ധനാണ്, നമുക്കറിയാം. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം നോക്കി നടത്താൻ വേണ്ടി നിയോഗിച്ചു. ഈ സമയത്ത് മുസ്ലിമീങ്ങൾ എല്ലാവരും അണിനിരന്നു. അഥവാ മദീനയുടെ പല സ്ഥലത്തും ആളുകൾ കൃത്യമായി നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് മക്കയിലെ കാഫിരീങ്ങളും ജൂതന്മാരും മദീനയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നത്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിലെ ഖുറൈശികൾ, ഒയ്യനിന്റെ നേതൃത്വത്തിൽ ഗതുഫാൻ ഗോത്രക്കാർ, ഇങ്ങനെ ഇവർ 10,000-ഓളം ആളുകളാണ് മദീനയിലേക്ക് വന്നത്. ശത്രുക്കൾ എത്ര ആളുകളുണ്ട്? 10,000 ആളുകൾ. റസൂലും സഹാബത്തും 3000 ആളുകളാണുള്ളത്. എന്നാൽ ഇവർ മദീനയിൽ എത്തിയപ്പോൾ കാണുന്നത് എന്താണ്? വലിയൊരു കിടങ്ങാണ്. ഇവർ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവർ മദീനയിലേക്ക് എത്തിയപ്പോൾ കാണുന്നത് വലിയൊരു കിടങ്ങാണ്. അത് മുറിച്ചു കടക്കാൻ സാധിക്കാത്ത വിധം വലിയൊരു കിടങ്ങ്. ഇത് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായി, ആശ്ചര്യം തോന്നി. കാരണം അറബികളുടെ ശൈലിയല്ല എന്ത് യുദ്ധത്തിന്റെ വേളയിൽ ഇങ്ങനെ കിടങ്ങ് കുഴിക്കുക എന്നുള്ളത്. അറബികളുടെ ശൈലിയല്ല. നമുക്കറിയാം, ഈ കാര്യം പറഞ്ഞു കൊടുത്തത് ആരാണ്? സൽമാനുൽ ഫാരിസി. അദ്ദേഹം ഏത് നാട്ടുകാരനാണ്? പേർഷ്യക്കാരനാണ്. അതിനാൽ തന്നെ പേർഷ്യയുടെ യുദ്ധതന്ത്രമാണ് എന്ത്? ഈ രൂപത്തിൽ വലിയ കിടങ്ങ് കുഴിക്കുകയും ശത്രുക്കൾക്ക് വരാൻ പറ്റാത്ത വിധം വലിയ കിടങ്ങ് കുഴിക്കുക എന്നുള്ളത് പേർഷ്യക്കാരുടെ യുദ്ധ തന്ത്രമാണ്. ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായി മക്കയിലെ കാഫിരീങ്ങൾ അത്ഭുതപ്പെട്ടു. പല വഴികളിലൂടെയും മദീനയിലേക്ക് പ്രവേശിക്കാൻ നോക്കിയെങ്കിലും മുസ്ലിമീങ്ങൾ അവരെ അമ്പെയ്തുകൊണ്ട് തുരത്തി ഓടിച്ചു. അതിനാൽ തന്നെ കുഫാറുകൾക്കും ജൂതന്മാർക്കും ഒന്നും എന്ത് ചെയ്യാൻ സാധിച്ചില്ല? മദീനയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു വഴിയിലൂടെയും പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ ഇനി ആകെയുള്ള ഒരു മാർഗം എന്താണ്? പടിഞ്ഞാറ് ഭാഗത്തുകൂടി പ്രവേശിക്കുക എന്നതാണ്. പക്ഷേ അവിടെയുള്ള ബനൂ ഖുറൈളുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? കരാറിലാണ്. അതിനാൽ റസൂൽ എന്ത് ചെയ്തില്ല? ആ ഭാഗത്തെ പറ്റി ചിന്തിച്ചില്ല. അവർ വഞ്ചിക്കുമെന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരിച്ചിരുന്നില്ല. ഇത് റസൂലിന്റെ സൽസ്വഭാവത്തിന്റെ ഒരു അടയാളമാണ്. നോക്കൂ, 2 ജൂതഗോത്രന്മാർ റസൂലിനെ മുൻപ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പറഞ്ഞിരുന്നു, വഞ്ചിച്ചിരുന്നു. പക്ഷെ റസൂൽ ഒരിക്കലും എന്ത് ചിന്തിച്ചിരുന്നില്ല? ഇവർ വഞ്ചിക്കുമെന്ന് ചിന്തിച്ചിരുന്നില്ല. എന്നാൽ അവർ ഇവരുടെ കൂടെ എന്ത് ചെയ്തു? കൂടുകയുണ്ടായി. ജൂതന്മാരുടെ എല്ലാ കാലത്തുള്ള സ്വഭാവം ഇത് തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിക്കാൻ അവരെന്ത് ചെയ്തു? ഈ കുഫാറുകളുമായി രഞ്ജിപ്പിലായി അവരെന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിക്കാൻ തയ്യാറായി. ഈ സമയത്ത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉണ്ടായത്? വലിയ പ്രയാസം തോന്നി. വലിയ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വശത്ത് എന്താണ്? കഠിനമായ തണുപ്പ്, മറ്റൊരു വശത്ത് കുടിക്കാൻ നല്ല വെള്ളമില്ല, ഭക്ഷണമില്ല. ഈ ഒരു അവസ്ഥ. ഇതോടൊപ്പമാണ് ഇവർക്ക് എന്തുണ്ടായത്? ഈ ജൂതന്മാർ വാക്ക് ലംഘിക്കുകയും ചെയ്തപ്പോൾ വലിയ പ്രയാസമുണ്ടായത്. സഹാബിമാരെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവസ്ഥ. ഇത് കേട്ടപ്പോൾ വലിയ പ്രയാസമായി. ഈ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളുടെ കൂടെ മുനാഫിക്കീങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, മദീനയിൽ റസൂലിന്റെ കൂടെ ജീവിച്ചിരുന്ന ആളുകളിൽ മുനാഫിക്കീങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ തനിനിറം എന്തായി? പുറത്തേക്ക് വരാൻ തുടങ്ങി. കാരണം എന്താണ്?
എല്ലാ ആളുകളും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ഉള്ളിലുള്ള ആളുകളും ജൂതന്മാർ ചതിച്ചു. അപ്പൊ മുനാഫിക്കീങ്ങൾ എന്ത് പറയാൻ തുടങ്ങി? നിങ്ങൾ എന്തായാലും പരാജയപ്പെടും, നമ്മൾ എന്തല്ല മുസ്ലിമീങ്ങളല്ല. അവര് അത് തുറന്നു തന്നെ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യാണ്? തിരിച്ചു പോവുകയാണ്, ഇനി നിങ്ങൾക്ക് എന്തില്ല, രക്ഷയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സഹോദരങ്ങളെ, ഈ ഒരു സംഭവം മുസ്ലിമീങ്ങളെയും മുനാഫിക്കീങ്ങളെയും വേർതിരിച്ചു മനസ്സിലാക്കാൻ ഈ യുദ്ധത്തിലൂടെ കഴിഞ്ഞു. അവരെന്ത് ചെയ്തു? നമ്മൾ പോവുകയാണെന്ന് പറഞ്ഞു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്, അവർക്ക് പ്രയാസമുണ്ടായി, ഭയമുണ്ടായി. പക്ഷേ എന്താണ് ഉണ്ടായത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുണ്ട്. സഹാബിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, റസൂലെ, നമുക്ക് പ്രയാസമുണ്ട്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? റസൂൽ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക, നന്നായി അള്ളാഹുവോട് ദുആ ചെയ്യുക. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള സമയത്ത് സഹാബിമാർ വന്നപ്പോ സഹാബിമാരോട് പറഞ്ഞു കൊടുത്ത കാര്യം എന്താണ്? നിങ്ങൾ ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക് പോയി ദുആ ചെയ്യുന്നതാണോ? അല്ല. അതല്ലെങ്കിൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് പോയി ദുആ ചെയ്യുന്നതാണോ? അല്ല. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഏകദേശം ഈ ഒരു ഉപരോധം 1 മാസം നീണ്ടു നിന്നു. ഈ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ മുൻസിലൽ കിതാബ് സരീഅൽ ഹിസാബ് ഇഹ്സിമിൽ അഹ്സാബ് അല്ലാഹുമ്മ ഹ്സിംഹും വസൽസിൽഹും. എന്താണ് പ്രാർത്ഥന? ഗ്രന്ഥമിറക്കിയ അല്ലാഹുവേ, ആകാശഭൂമി അല്ലെങ്കിൽ മേഘങ്ങളുടെ റബ്ബേ, നിങ്ങൾ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? ഈ സംഘത്തെ നശിപ്പിച്ചു കളയണം, അവരെ കിടുകിട വിറപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? അള്ളാഹുവോട് കരമുയർത്തി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കേൾക്കുകയും കാഫിരീങ്ങളുടെ കൂടാരവും മറ്റും ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തുള്ള അല്ലെങ്കിൽ ആ ഒരു സ്ഥലം അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയൊരു കാറ്റിനെ അയച്ചുകൊണ്ട് നശിപ്പിച്ചു കളയുകയാണ്. അവർ ഉണ്ടാക്കിയ കൂടാരവും ടെന്റും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റിനെ അയച്ചുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. അവരുണ്ടാക്കി വെച്ചിരുന്ന തീയും അതുപോലെ തന്നെ അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ അണഞ്ഞുപോയി. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാ, അഹ്സാബ് യുദ്ധത്തിൽ അവർക്ക് ഒരു പ്രയാസവുമില്ല. എന്നാൽ കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടാരവും അവരുടെ പല കാര്യങ്ങളും എന്തായി? നശിച്ചുപോയി. അവർക്ക് എന്ത് ചെയ്തില്ല? പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവരെല്ലാവരും പിന്തിരിഞ്ഞ് മക്കയിലേക്ക് തന്നെ പോയി. ഇതാണ് സഹോദരങ്ങളെ അഹ്സാബ് യുദ്ധം. നോക്കൂ, ഇതിലും എന്താണ് ഉണ്ടായത്? ജൂതന്മാർ 3 ഗോത്രവും ഇവിടെ എന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് അതിനുശേഷം തൊട്ടുടനെ ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, സുമ്മ ബനു ഖുറൈള. പിന്നീട് എന്താണ്? ബനു ഖുറൈള യുദ്ധ പുറപ്പാടാണ്. നമുക്കറിയാം മദീനയിൽ 3 ജൂത ഗോത്രമാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഏതാണ്? ബനു ഖൈനുഖ, ബനു നളീർ, ബനു ഖുറൈള. ഈ 3 ഗോത്രങ്ങളാണ് ഉള്ളത്. ബനു ഖൈനുഖ നമ്മൾ പറഞ്ഞിരുന്നു, ബദർ യുദ്ധശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? മദീനയിൽ നിന്ന് പുറത്താക്കി. ഇവരെ വെറുതെ പുറത്താക്കിയതാണോ? അല്ല, ഇവർ കരാറ് ലംഘിച്ചതാണ്. ഇവരാണ് എന്ത് ചെയ്തത്? കരാർ ആദ്യമായി ലംഘിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനു ഖൈനുഖായിനെ ബദർ യുദ്ധവേളയിൽ അത് കഴിഞ്ഞ ഉടനെ പുറത്താക്കി. പിന്നെ ആരാണുള്ളത്? ബനു നളീർ ഗോത്രത്തെയാണ്. നമ്മൾ തൊട്ട് കഴിഞ്ഞ മുൻപുള്ള ദർസിൽ സൂചിപ്പിച്ചിരുന്നു. ഏത് യുദ്ധത്തിന് ശേഷമാണ്? ഉഹദ് യുദ്ധത്തിന് ശേഷം ഇവരെന്ത് ചെയ്തു? ബനു നളീർ ഗോത്രത്തെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് പുറത്താക്കി. ഇനി ബാക്കിയുള്ളത് ഏതാണ്? ബനു ഖുറൈളയാണ്. നമുക്കറിയാം അവർ എന്ത് ചെയ്തു? ഈ അഹ്സാബ് യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും വഞ്ചിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടായി. കാരണം കരാർ ലംഘിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ പാതകമാണത്. നമ്മളൊരു കരാറ് ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യണം? അത് പാലിക്കുക തന്നെ ചെയ്യണം. അപ്പോ ജൂതന്മാരെന്താണ് ചെയ്തത്? ഈ ഒരു കരാർ അത് ലംഘിച്ചു. അങ്ങനെ സഹോദരങ്ങളെ, എന്താണ്? യുദ്ധം കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് മടങ്ങി. റസൂലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ട്. അങ്ങനെ റസൂൽ എന്ത് ചെയ്തു? റസൂലിന്റെ കരങ്ങളിൽ ഉണ്ടായിരുന്ന വാള് അതവിടെ വെച്ചുകൊണ്ട് റസൂൽ കുളിക്കാൻ പോയി. അങ്ങനെ കുളിച്ച് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ വീട്ടിൽ വന്ന് ആരുണ്ട്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. എന്താണ് ജിബ്രീലിന്റെ അവസ്ഥ?
മുടിയൊക്കെ പൊടി പിടിച്ചുകൊണ്ട് ആ ഒരു അവസ്ഥയിലാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത്. റസൂലിനോട് ചോദിക്കുകയാണ്, അവളഅത സിലാഹ്, നിങ്ങൾ വാള് നിലത്തേക്ക് വെച്ചോ? ഫവല്ലാഹി മാ വളഅതുഹു, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, വാള് നിലത്ത് വെച്ചിട്ടില്ല എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആരോട് പറഞ്ഞു? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. റസൂൽ ചോദിച്ചു, ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെ യുദ്ധം കഴിഞ്ഞല്ലോ, അഹ്സാബ് യുദ്ധം കഴിഞ്ഞു, ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ബനു ഖുറൈള ഗോത്രമുള്ള ആ സ്ഥലത്തേക്ക് പോവുക, അവരെന്ത് ചെയ്യുക, ഉപരോധിക്കുക എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ ഉപരോധം ഇവർക്കെതിരെ നടത്തി. അങ്ങനെ അവരിൽ ഉണ്ടായിരുന്ന ചില ആളുകൾക്ക് ഒരു രക്ഷയുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പറയുന്നത് അത് കേൾക്കേണ്ടി വന്നു. അതിൽ മറ്റു ചില ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി യുദ്ധത്തിന് തയ്യാറായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ടും യുദ്ധം ചെയ്തു. ബാക്കിയുള്ളവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴടങ്ങി. ഇതാണ് ബനു ഖുറൈള സംഭവം. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. സഹോദരങ്ങളെ, നമുക്കിതിലുള്ള വലിയ പാഠം എന്തെന്നാൽ അൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം അത് മുത്തഖീങ്ങൾക്കാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇത്രയും ആളുകൾ ഒരുമിച്ചിട്ടും മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്താനോ അവരെ ഇല്ലായ്മ ചെയ്യാനോ അവർക്ക് സാധിച്ചിരുന്നില്ല. ആലോചിച്ച് നോക്കണം. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുക്കം ആളുകൾ മാത്രമാണുള്ളത്. എന്നാൽ മറുഭാഗത്താണെങ്കിൽ ഇരട്ടി ആളുകളുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. കാഫിരീങ്ങൾക്ക് അനിഷ്ടമുണ്ടായാലും ശരി, അല്ലാഹു അവന്റെ ഈ നൂറ്, ഈ ദീൻ അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അതിനാൽ സഹോദരങ്ങളെ, നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം അല്ലാഹുവിന്റെ ഈ ദീനിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഏത് ഫിത്നയുടെ കാലത്തും ഏത് പ്രയാസം വരുമ്പോഴും ദീൻ മുറുകെ പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഫിത്നയിൽ നമുക്ക് അതിൽ നിന്നും വേറിട്ട് നിൽക്കാൻ സാധിക്കും. അതാണ് ഇസ്ലാമിന്റെ മനോഹാരിത. നമ്മുടെ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സന്ദർഭത്തിലും നമുക്ക് യോജിച്ച് അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാൻ സാധിക്കുന്ന ദീനാണ്, എളുപ്പമാണ്. അദ്ദീനു യുസ്റുൻ, ഈ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള ദീനാണ്. അതിനാൽ സഹോദരങ്ങളെ, ഈ ചരിത്രത്തിൽ നമുക്കുള്ള പാഠം എന്തെന്നാൽ എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പ്രയാസമുണ്ടായാലും ദീനിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് നമുക്കുള്ള പാഠം. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ അവന്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല തിന്മയും തെറ്റും വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലാ വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.